IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഹാർദിക് പാണ്ഡ്യ ആവട്ടെ ഈ ഒരു IPL സീസണിലെ ആദ്യ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. കാരണം സ്ലോ ഓവർ റേറ്റിനെ തുടർന്ന് കഴിഞ്ഞ അവസാനം മുംബൈക്ക് വേണ്ടി കളിച്ച സമയത്തും അദ്ദേഹം ക്യാപ്റ്റനായ സമയത്ത് അദ്ദേഹത്തിന് സ്ലോ ഓവർ റേറ്റ് ലഭിച്ചിരുന്നു. തുടർച്ചയായിട്ട് 3 മത്സരങ്ങൾ സ്ലോ ഓവർ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മത്സരം ക്യാപ്റ്റന് വിലക്കായിരിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് സ്ലോ ഓവർ റേറ്റ് കിട്ടിയതിന് കാരണം അദ്ദേഹത്തിന് ഈ IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയുള്ള ആദ്യ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പകരം അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് സൂര്യകുമാർ യാദവ് ആയിരിക്കും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുക എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാഹുൽ ദ്രാവിഡ് ആവട്ടെ കർണാടകയ്ക്ക് വേണ്ടി താനും അദ്ദേഹത്തിന്റെ മകനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രാവിഡിന്റെ കാലിന് പരിക്കേറ്റു. എന്നാൽ ഈ ഒരു പരിക്കും വെച്ചിട്ടാണ് ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെ സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ദ്രാവിഡ് ഇത്തരത്തിൽ ചെയ്തത് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങും. മികച്ച പ്രകടനം ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കും. ഒരു ടീം എന്ന നിലയിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കും. മികച്ച കോച്ചിങ് സ്റ്റാഫും മികച്ച എല്ലാവരും ഞങ്ങൾ ടീമിനോടൊപ്പം ഉണ്ട്. മികച്ച രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇത്തവണ കിരീടം നേടാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക എന്നുള്ള കാര്യം സഞ്ജു സാംസൺ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും നിങ്ങൾ ഈ ഒരു IPL-ൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ IPL-ൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണ് എന്നുള്ളത് ഒന്ന് ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.